മലയാള സിനിമയിലെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന നടനാണ് ശ്രീ പ്രേം നസീർ. അബ്ദുൽ ഖാദർ എന്നായിരുന്നു യഥാർത്ഥ പേര്. 1989 ജനുവരി 16 63 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. 600-ലധികം സിനിമകളിൽ നായക വേഷങ്ങൾ അഭിനയിച്ച ഗിന്നസ് ബുക്ക് റെക്കോർഡിന് ഉടമയാണ് നസീർ. മൊത്തം 750-ലധികം സിനിമകൾ അഭിനയിച്ചു. പ്രധാനമായും റൊമാൻറ്റിക് ആക്ഷൻ രംഗങ്ങളിലൂടെയാണ് ജനപ്രിയനായത്. 80-ലധികം നായികമാരുടെ നായകനായി അഭിനയിച്ച ലോക റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഇതിൽ ഒരു നായികയുമായി ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ഗിന്നസ് റെക്കോർഡും അദ്ദേഹത്തിന് തന്നെയാണ്. നായിക ഷീല തന്നെ 130 സിനിമകൾ. അഭിനയ മികവ്, സ്വാഭാവിക സംഭാഷണ ശൈലി എന്നിവ കൊണ്ട് മലയാള സിനിമയുടെ നായികാ സങ്കല്പം തന്നെ മാറ്റിയെടുത്ത നടിയായിരുന്നു ഷീലാദേവി എന്ന ഷീല. 450 സിനിമകളിലധികം അഭിനയിച്ച ഷീല തിരക്കഥാകൃത്ത്, സംവിധായക എന്ന മേഖലകളിലും തിളങ്ങിയിരുന്നു. 60കളിലും 70കളിലും നസീറും ഷീലയും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ താരജോഡികളായിരുന്നു. അവർ തമ്മിലുണ്ടായിരുന്ന അഭിനയ രസതന്ത്രം ഇന്നും ഒത്തിരി ഓർമ്മകൾ നൽകുന്നുണ്ട്. ഇവർ തമ്മിൽ പ്രണയമായിരുന്നുവെന്നും വിവാഹം ചെയ്തുമെന്നൊക്കെയുള്ള കള്ളപ്രചരണങ്ങൾ അക്കാലത്തുണ്ടായിട്ടുണ്ട്. ഇവരുടെ വ്യക്തിഗത സംഭാവനകളും ഒരുമിച്ചുള്ള കൂട്ടുകൂട്ടും മലയാള സിനിമാ ചരിത്രത്തിലെ ശ്രദ്ധിക്കപ്പെട്ടൊരു അധ്യായമായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ഇവരുടെ കൂട്ടായ്മയ്ക്കിടയിൽ ചില ഉള്ളലുകൾ സംഭവിച്ചത് വാർത്തയായിരുന്നു. ഒരു സിനിമാ വാരികയ്ക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ താൻ പ്രേം നസീറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കപ്പെടുകയും അത് കാരണമാണ് അങ്ങനെ സംഭവിച്ചതുമെന്നാണ് ഷീല പറഞ്ഞിരുന്നത്. പ്രേം നസീർ ഇതിനെപ്പറ്റി പരസ്യമായി പ്രതികരിച്ചിരുന്നില്ല. എന്തായാലും അതിനുശേഷം അവർ ഒന്നിച്ച് അഭിനയിക്കാതായി. പലരും മധ്യസ്ഥത വഹിച്ച് സംസാരിച്ചുവെങ്കിലും പ്രയോജനമുണ്ടായില്ല. ഒരു ഇൻ്റർവ്യൂ മാത്രമല്ല, മറ്റേതോ കാരണമുണ്ടെന്ന് അക്കാലത്ത് ആരാധകക്കൂട്ടം പറഞ്ഞു നടന്നുവെങ്കിലും കാര്യങ്ങൾ വ്യക്തമായില്ല. 1976 ഷീല സിനിമയിൽ നിന്ന് ഇടവേള എടുത്തിരുന്നു. 1980കളിൽ ഷീല തിരിച്ചു വന്നുവെങ്കിലും പ്രേം നസീറുമൊത്ത് അഭിനയിച്ചിട്ടില്ല. പ്രേം നസീറിൻ്റെ അവസാന കാലത്ത് ഇവർ തമ്മിലുള്ള സൗഹൃദം വീണ്ടും ഉണ്ടായിരുന്നുവെന്നാണ് സംസാരം. എങ്കിലും നസീർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്താത്തതിൽ ഏറെ വിമർശനം നേരിട്ടു ഷീല. എന്ത് കാരണം കൊണ്ടാണ് അന്ന് പോകാതെ ഇരുന്നുവെന്ന് ഈയിടെ ഷീല പറഞ്ഞു. പ്രേം നസീറിൻ്റെ 36 ചരമവാർഷികത്തോട് അനുബന്ധിച്ച് നടന്ന ചടങ്ങിലായിരുന്നു ഷീലയുടെ പ്രതികരണം. മരണസമയത്ത് ഞാൻ സ്വീഡനിൽ സഹോദരിക്കൊപ്പമായിരുന്നു. സാറിൻ്റെ മരണവിവരം ഞാൻ അറിഞ്ഞിരുന്നു. വേണമെങ്കിൽ എനിക്കവിടെ നിന്നും വരാമായിരുന്നു. പക്ഷേ മരിച്ചു കിടക്കുന്ന നസീർ സാറിൻ്റെ മുഖം എനിക്ക് കാണാൻ വയ്യ. ജീവനോടെയുള്ള ആ മുഖം എൻ്റെ മനസ്സിലുണ്ട്. എന്നും ആ മുഖം തന്നെ മനസ്സിൽ മതിയെന്ന് എനിക്ക് തോന്നി. അക്കാരണം കൊണ്ടാണ് ഞാൻ വരാതെ ഇരുന്നത് എന്ന് ഷീല പറഞ്ഞു. നസീർ സാറിനോടൊപ്പം അഭിനയിച്ച ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് വേളയിലുണ്ടായ അനുഭവങ്ങളും അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ച ഗാനരംഗ ചിത്രീകരണ വിശേഷങ്ങളുമൊക്കെ ഷീല വേദിയിൽ പങ്കുവച്ചു. ഒരു ദിവസം ഷൂട്ടിങ്ങിനിടെ നസീർ സാറിന് വിട്ടുമാറാത്ത എക്കിളുണ്ടായി. രാവിലെ തുടങ്ങിയ എക്കിൾ ഉച്ചയായിട്ട് മാറിയിട്ടില്ല. ഇടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസിന് വാഹന അപകടം ഉണ്ടതായി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ അദ്ദേഹം എഴുന്നേൽക്കുകയും എക്കിൾ മാറുകയും ചെയ്തു. എൻ്റെ അമ്മ പണ്ട് പറഞ്ഞു തന്ന ഒരു വിദ്യയായിരുന്നു അത്. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞപ്പോൾ കുറേ നേരം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പരിവമുണ്ടായിരുന്നുവെന്നും ഷീല ഓർമ്മിച്ചു. ജീവിത അവസാനം വരെ സിനിമകളിൽ സജീവമായിരുന്ന ശ്രീ പ്രേം നസീർ പെട്ടെന്നുണ്ടായ അസുഖത്തെ ബാധിച്ചാണ് ആശുപത്രിയിൽ അഡ്മിറ്റായതും മരിച്ചതും. ഇന്നും അദ്ദേഹത്തിൻ്റെ മുഖവും ഓർമ്മകളും ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട്.